ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ 41 ഡേ ചലഞ്ചിന്റെ 30th ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോസ് എടുക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. വീഡിയോസിലൂടെയാണ് നമ്മളെല്ലാവരും നമ്മുടെ ഒരു ബ്രാൻഡ് അവയർനെസ് അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി കൂട്ടാനുള്ള ഏറ്റവും വലിയൊരു ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ഷോർട്ടായിട്ടുള്ള റീൽസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോസ് ധാരാളമായിട്ട് ചെയ്യാം. നമ്മുടെ ബ്രാൻഡ് അവയർനെസ് ഓർഗാനിക്കലി നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റീൽസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഒരു എഡ്യൂക്കേഷണൽ ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ നമുക്ക് ഇടാം. അതായത് ഇപ്പോൾ ഫാബ്രിക്കിനെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് നല്ല മെറ്റീരിയൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ടിപ്പുകൾ കൊടുക്കാം. അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ ഇപ്പോൾ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ GSM കുറിച്ചൊക്കെ ഒരു ചെറിയ ടിപ്പുകൾ കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ടിപ്പുകളൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ ചെറിയ റീൽസുകളായിട്ട് നമുക്ക് ഒരു ബ്രാൻഡ് അവയർനെസ് കൂട്ടാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ നമുക്ക് എടുത്ത വീഡിയോസിനകത്ത് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഫാബ്രിക് ആദ്യം എങ്ങനെയായിരുന്നു, അതിനുശേഷം ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇതിന് വരുന്ന കുറച്ച് നമുക്ക് ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള വീഡിയോസ് ഇടാം. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ പേഴ്സണൽ ബ്രാൻഡിനെ നമുക്ക് നമ്മുടെ സ്റ്റോറി ഇതിനകത്തോടെ നമുക്ക് കൺവേ ചെയ്യാം. നമ്മളെ ഒരു ബ്രാൻഡായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. നമ്മുടെ ഇതിൻ്റെ തൊക്കെ വരാനുള്ള സ്റ്റോറീസ് ഒക്കെ നമുക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ടിട്ട് ആളുകളിലേക്ക് നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് അവയർനെസ് കൊടുക്കാം. അങ്ങനെ ചെറിയ ഒരു റീൽസിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും ഓർഗാനിക്കലി നമുക്ക് മറ്റുള്ളവരുടെ ഒരു ഇംപ്രഷൻ പിടിച്ചു പറ്റാനും ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ വീഡിയോ ഇതുവരെയും ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിലൂടെ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതുവരെ നിങ്ങൾ ഇത് ഒരു ബ്രാൻഡിനെ ഒരു ഓൺലൈനിൽ എത്തിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പ്ലീസ് നമ്മുടെ കമ്മ്യൂണിറ്റി, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജേർണിയിൽ പാർട്ടായി മാറാം. ഇപ്പോൾ നമ്മൾ 13th ഡേ ഓഫ് ചലഞ്ചാണ്. ഇതുവരെയും എല്ലാ ചലഞ്ചസും ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ചലഞ്ചിലേക്ക് അടുത്ത ദിവസം കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ, ടേക്ക് കെയർ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഓരോ കാര്യങ്ങൾ പുതിയതായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു ഓൾ. ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ 41 ഡേ ചലഞ്ചിന്റെ 30th ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വീഡിയോസ് എടുക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ. വീഡിയോസിലൂടെയാണ് നമ്മളെല്ലാവരും നമ്മുടെ ഒരു ബ്രാൻഡ് അവയർനെസ് അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി കൂട്ടാനുള്ള ഏറ്റവും വലിയൊരു ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ഷോർട്ടായിട്ടുള്ള റീൽസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോസ് ധാരാളമായിട്ട് ചെയ്യാം. നമ്മുടെ ബ്രാൻഡ് അവയർനെസ് ഓർഗാനിക്കലി നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റീൽസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഒരു എഡ്യൂക്കേഷണൽ ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ നമുക്ക് ഇടാം. അതായത് ഇപ്പോൾ ഫാബ്രിക്കിനെ കുറിച്ച് നമുക്ക്